പാത്രം തേച്ച് കഴുകാനോ തുണി അലക്കാനോ ഒന്നും ഒരു വെള്ളമില്ല. പിന്നെ എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കും? ബാത്റൂമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. വെള്ളവും ബാത്റൂമും വേണം. കറണ്ട് അത് കഴിഞ്ഞിട്ടുള്ള വസ്തുവാണ്. ഇല്ല, ഇത് ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഒരു തീരുമാനം കിട്ടിയില്ലെങ്കിൽ ഇത് ഞങ്ങൾ ഇതിനായിട്ട് ഈ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം. വെള്ളവും വൈദ്യുതിയും ഇല്ലാതെ വലയുകയാണ് പൂത്തൃക്ക പഞ്ചായത്തിലെ 6-ാം വാർഡിലെ അത്തിക്കുഴിത്താഴം പ്രദേശവാസികൾ. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ലഭിച്ച വീടുകളിൽ താമസിക്കുന്നവരാണ് ദുരിതപൂർണമായ ജീവിതം തള്ളി നീക്കുന്നത്. 4 വർഷമായിട്ടും വണ്ടിവെള്ളം വരുത്തിയാണ് ഞങ്ങൾ കുടിക്കുന്നത്. ഒരു മാസത്തിൽ 10,000 രൂപ മുടക്കിയാണ് ഈ കുടിവെള്ളം ഇവിടെ ഒരു വീട്ടിലേക്ക് ഒരാഴ്ചയിൽ ഞങ്ങൾക്ക് വരുത്തിയാണ്. ജോലി ചെയ്ത് കിട്ടണ ഭാഗം ഭൂരിഭാഗം വെള്ളത്തിന് കൊടുത്താണ് കഴിയണത്. അപ്പോൾ എങ്ങനെ ജീവിക്കും? ഈ മലങ്കുന്ന് പ്രദേശത്ത് ഞങ്ങൾക്ക് വെള്ളവും ഇല്ല, ഇതൊന്നുമില്ല. പഞ്ചായത്തിൽ നിന്നാണെങ്കിലും ഒരു സഹായം ചെയ്തു തന്നിട്ടില്ല. കൊടിയ വേനൽ പടിവാതിൽക്കലെത്തിയിട്ടും ഇവരുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. വേനൽ ചൂടിന്റെ കാഠിന്യം കൂടുന്തോറും വരൾച്ച നേരിടുന്ന പ്രദേശത്ത് ജലവിതരണ സംവിധാനങ്ങളുടെ അപാകതയും ഇവരെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തും. ശൗചാലയവും വെള്ളവും കറണ്ടും ഇല്ലാത്ത വീടുകളിലാണ് ഇപ്പോൾ ഇവർ അന്തിയുറങ്ങുന്നത്. കക്കൂസ് ഒന്ന് പണിത് കിട്ടിയാലും മതിയായിരുന്നു. നമുക്ക് താമസിക്കാൻ സൗകര്യം അത്യാവശ്യ ഘടകം അതാണല്ലോ. ബാത്റൂമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. വെള്ളവും ബാത്റൂമും വേണം. കറണ്ട് അത് കഴിഞ്ഞിട്ടുള്ള വസ്തുവാണ്. എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം വേണ്ടത് വെള്ളവും ബാത്റൂമും. പെരവണത് ബാത്റൂം അത്യാവശ്യമായിട്ട് പണിയണം. ലൈഫ് മിഷനിലുള്ളതാണ് ബാത്റൂം പണിത് തരാമെന്ന്. ഇതുവരെ അതൊന്നും ചെയ്തു തന്നിട്ടില്ല. ഇവരുടെ ദുരവസ്ഥ പലതവണ അധികൃതരെ അറിയിച്ചതാണെങ്കിലും നിയമത്തിലെ പരിമിതികൾ ചൂണ്ടിക്കാട്ടി അവർ കൈയൊഴിയുന്നതായും ആരോപിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റിയ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മൾ പഞ്ചായത്തിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഫണ്ടില്ല, അതിന് ചെയ്യാൻ പറ്റുന്നില്ല. വഴിവിളക്കിൻ്റെ കാര്യം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ഫണ്ടില്ല. വാട്ടർ കണക്ഷൻ്റെ കാര്യം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഫണ്ടില്ല. മറ്റേ തൊട്ടടുത്ത 2 വീടുകൾ ഇപ്പോൾ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളുമുണ്ട്. അവർക്കാണെന്നുണ്ടെങ്കിലും കറണ്ടില്ല, വെള്ളമില്ല, ബാക്കിയുള്ള സൗകര്യ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അതെല്ലാം ചെയ്തു തരുവാണെന്നുണ്ടെങ്കിൽ അത് വലിയ നല്ല കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ഞങ്ങളത്. വഴിമുട്ടിയ അവസ്ഥയിൽ എത്ര കാലം ഇവിടെ ജീവിക്കണമെന്ന ആശങ്കയോടൊപ്പം ഇവിടം വിട്ട് ദൂരെ പോകേണ്ട ഗതികേടിലുമാണ് പ്രദേശവാസികൾ. ന്യൂസ് ലൈൻ, കോലഞ്ചേരി മീഡിയ.